പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് കാർഡിയോളജി ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ പകുതിയായി കുറഞ്ഞു. മുൻപ് പ്രതിമാസം 200 ശസ്ത്രക്രിയകൾ നടന്ന ആശുപത്രിയിൽ ഇപ്പോൾ 100-ൽ താഴെ മാത്രമാണ് നടക്കുന്നത്. കൂടുതൽ ഡോക്ടർമാരെ അനുവദിക്കണമെന്ന് ആശുപത്രി അധികൃതർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നിയമന നടപടികൾ വൈകുകയാണ്. ന്യൂസ് മലയാളം ഫോളോ അപ്പ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് കാർഡിയോളജി ഡോക്ടർമാർ ഉണ്ടായിരുന്ന സമയത്ത് 200 ശസ്ത്രക്രിയകൾ വരെ നടന്നിരുന്നു. മികച്ച രീതിയിൽ പ്രവർത്തിച്ച കാർഡിയോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമായപ്പോൾ ശസ്ത്രക്രിയകളുടെ എണ്ണം സ്വാഭാവികമായും കുറഞ്ഞു. ഇപ്പോൾ 80 ശസ്ത്രക്രിയകൾ വരെ മാത്രമാണ് നടത്താനാകുന്നത്. നിലവിലെ ഡോക്ടർ അമിത ജോലിഭാരം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ആഴ്ചയിൽ 2 ദിവസം OP-യും ബാക്കി ദിവസങ്ങളിൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ നടപടികളും ചെയ്യണം. സർക്കാരിന്റേത് കടുത്ത അനാസ്ഥയാണെന്ന് ആശുപത്രി വികസന സമിതി അംഗവും സാമൂഹ്യ പ്രവർത്തകരുമായ ബോബൻ മാട്ടുമന്ത. ഇത് പാലക്കാടൻ ജനതയോടുള്ള സർക്കാരിൻ്റെ ഒരു വിവേചന നയം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. കാരണം ഇന്നിപ്പോൾ ന്യൂസ് മലയാളം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന വിഷ്വൽസ് സൂചിപ്പിക്കുന്നത് പാലക്കാട്ടുകാരുടെ ഹൃദയവേദനയാണ്. ആ ഹൃദയവേദന ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ ആരോഗ്യ വകുപ്പിന് ഉണ്ടാകണമെന്നാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അത് തിരിച്ചറിയാനുള്ള ഒരു ഹൃദയം നമ്മുടെ ആരോഗ്യമന്ത്രിക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഒരു ഡോക്ടർ മാത്രമായതോടെ ചികിത്സാ നടപടികളെല്ലാം മാസങ്ങളോളം വൈകുകയാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, പേസ്മേക്കർ ഘടിപ്പിക്കൽ എന്നിവയെല്ലാം വൈകുന്നു. 4 മാസം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ. കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർ നിരവധി തവണ റിപ്പോർട്ട് നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പാലക്കാട്ടെ ഹൃദ്രോഗികളുടെ ചികിത്സ കൃത്യസമയത്ത് ഉറപ്പാക്കാനും ദുരിതം കുറയ്ക്കാനും സർക്കാരിൽ നിന്നും ഹൃദയപൂർവ്വമുള്ള നടപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുപ്പിശ്ശേരി, ന്യൂസ് മലയാളം. പ്രസാദ് ഉടുപ്പിശ്ശേരി തന്നെയുണ്ട് നമുക്കിപ്പം വിവരങ്ങളുമായി. പ്രസാദ്, ഗുഡ് മോർണിംഗ്. പാലക്കാട്ടെ സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏക ജില്ലാ ആശുപത്രിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രി. അവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ നടക്കുന്ന അനാസ്ഥ, അല്ലെങ്കിൽ അവിടെ OP വിഭാഗത്തിന്റെ പ്രവർത്തനത്തിലെ കുറവ്, ഡോക്ടർമാരുടെ ക്ഷാമം, ഇതൊക്കെ കഴിഞ്ഞ ദിവസം പ്രസാദ് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഈ വിഷയങ്ങളിൽ ആശുപത്രി അധികൃതർ സർക്കാരിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടും പക്ഷേ ഈ നിയമന നടപടികളടക്കം പല നിയമന കുരുക്കുകളിൽ കുരുങ്ങിക്കിടക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഈ അന്വേഷണത്തിൽ പ്രസാദിനെ മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് 2 ഡോക്ടർമാരായിരുന്നു പ്രധാനപ്പെട്ട പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു തന്നെയാണ്, ചീഫ് കൺസൾട്ടന്റും അതോടൊപ്പം തന്നെ കൺസൾട്ടന്റും. ഇവർ 2 പേരും ഇവിടെ നിന്ന് മാറിപ്പോയ സമയത്ത് ഒരു ഡോക്ടറും ഉണ്ടായിരുന്നില്ല. പിന്നീട് നാട്ടുകാരുടെയും രോഗികളുടെയും എല്ലാം പ്രതിഷേധത്തെ തുടർന്ന് ഒരാളെ, അത് പാലക്കാട് വടക്കഞ്ചേരിയിലെ CHSയിൽ നിന്നും ഒരു ഡോക്ടറെ, അസിസ്റ്റന്റ് സർജനെ ഇവിടേക്ക് നിയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ കാർഡിയോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് സർജൻ ജോലി ചെയ്യുന്നത്. പക്ഷേ അമിത ജോലിഭാരം എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം ഒരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ അപ്പുറം അദ്ദേഹം ചെയ്യുന്നുണ്ട്. കാരണം ആഴ്ചയിൽ 2 ദിവസം OP നടത്തുക, അതോടൊപ്പം തന്നെ പ്രൊസീജിയർ, ഒരു ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴാണ് ഒരു എമർജൻസി വരിക എന്നതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ രാത്രി പോലും അദ്ദേഹം വന്ന് ജോലി ചെയ്യുകയും അദ്ദേഹം സേവനം നടത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം, ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ ഇപ്പോൾ എമർജൻസി വിഭാഗത്തിലെല്ലാം തന്നെ വളരെ അടിയന്തരമായി ചെയ്യേണ്ടതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ ഒരാളെ ചികിത്സ നടത്തുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഓരോ സാധാരണ സർക്കാർ ആശുപത്രികളിൽ ഒരു തീയതി നിശ്ചയിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. അതെല്ലാം 2 മാസത്തിനകം, മുമ്പെല്ലാം 2 മാസത്തിനകം അതെല്ലാം ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ 4 മാസം വരെ ആളുകൾക്ക് കാത്തിരിക്കേണ്ടി വരുന്നു. മുൻപ് 200 ശസ്ത്രക്രിയ നടന്ന സമയത്ത്, അതായത് ഒരു മാസം 200 ശസ്ത്രക്രിയ നടന്ന സമയത്ത് ഇപ്പോൾ അത് 80-60 ആയി ചുരുങ്ങി. അത് ഈ ഒരു ഡോക്ടർ ഉള്ളത്, ഒരു ഡോക്ടർ മാത്രമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ. അപ്പോൾ മുൻപ് 200 ശസ്ത്രക്രിയ നടന്നിരുന്ന ഒരു സ്ഥാനത്ത് ഇപ്പോൾ അത് 80-ലേക്ക് ചുരുങ്ങുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് കൂടുതൽ സമയം ഇതിനുവേണ്ടി കാത്തിരിക്കുകയോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുകയോ ചെയ്യേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാം, വളരെ നിർധനരായ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ വലിയ ചെലവാണ്. 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപയൊക്കെ ചെറിയ ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടി, അതിൻ്റെ ഓപ്പറേഷനെല്ലാം തന്നെ വേണ്ടി ചെലവാക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്രയും പണം കൊടുക്കാൻ കഴിയാത്ത ആളുകളാണ് ഇവിടെ, നമ്മൾ ഇന്നലെ കണ്ടതാണ്,
രാത്രി മുതൽ ഈ ഒ പി ടിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുക. അപ്പം ഈ ശസ്ത്രക്രിയയ്ക്കും അതുപോലെ തന്നെയാണ്. അത് ആളുകൾക്ക് 4 മാസമൊക്കെ കാത്തു നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കാൻ കഴിയാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ അതിന് നിർവാഹമില്ലാത്ത ആളുകൾക്ക് സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുക തന്നെയാണ് മാർഗം. പക്ഷേ അതിന് 4 മാസം വരെയൊക്കെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അടിയന്തരമായി ചെയ്യേണ്ടത് കൂടുതൽ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരെ പെട്ടെന്ന് ഇപ്പോൾ ചീഫ് കൺസൾട്ടന്റ് പോയി അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി, ഒരാളെ എറണാകുളത്തേക്ക് മാറ്റി. അപ്പോൾ അതിന് പകരം ആളുകളെ കൊണ്ടിരുന്നതിന് പകരം സർക്കാർ ഇപ്പോഴും അതിനകത്ത് ഒരു കാര്യമായ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആളുകളുടെ പരാതി. അടിയന്തരമായി കാർഡിയോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടറെയെങ്കിലും അടിയന്തരമായി നിയോഗിക്കണം എന്നുള്ളതാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും പ്രസാദ്, അത് തന്നെയാണ് നമ്മളും ആരോഗ്യ വകുപ്പിന് മുന്നിലും ആരോഗ്യമന്ത്രിക്ക് മുന്നിലും ഒക്കെ ഈ റിപ്പോർട്ടിലൂടെ ആവശ്യപ്പെടുന്നതും. ഓക്കെ പ്രസാദ്.